ഹലോ ടി വ്യൂവേഴ്സ്, സ്വാഗതം. ദിസ് ഇസ് എഡ്യു ടോക്ക് സ്പോൺസർഡ് ബൈ എഡ്യു വേൾഡ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ കോൺവെർസേഷനിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ എസ് ശ്രീകുമാരിയാണ്. ആൻഡ് ഷീസ് ഫ്രം കാലിക്കറ്റ്. നമുക്ക് മാമിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. മാഡം ഒരു PhD ഹോൾഡറാണ്. ശരിക്കും ഏത് വിഷയത്തിലാണ് PhD എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഞാൻ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലാണ് PhD എടുത്തിരിക്കുന്നത്. ഓക്കെ. PhD എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കോഴിക്കോട് പ്രോവിഡൻസ് വിമൻസ് കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ 2024 മെയ്യില് HOD കം പ്രൊഫസറൊക്കെ ആയിരുന്നിട്ട് ആ പോസ്റ്റിൽ ഞാൻ റിട്ടയർ ആയി. ഓക്കെ. അങ്ങനെ റിട്ടയർമെന്റ് ലൈഫ് ഇങ്ങനെ മകന്റെ കൂടെ ഇങ്ങനെ ആസ്വദിച്ചു വന്നപ്പോഴാണ് അങ്ങനെ ഇതേ ഒരു അബ്രോഡ് സ്റ്റഡീസിന് അല്ലെങ്കിൽ ഗ്രാജുവേഷന് സമയമായിരിക്കുകയാണ്. ആൻഡ് MBBS എടുക്കാനാണ് ആഗ്രഹം അല്ലേ? ആ ഒരു പോയിന്റിൽ നിൽക്കുന്നു. നാട്ടിൽ പഠിക്കണോ വിദേശത്ത് പഠിക്കണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നു. അപ്പോഴൊരു വളരെ ക്രൂഷ്യലായിട്ടൊരു തീരുമാനമെടുക്കുകയാണ്. നമ്മൾ വിദേശത്ത് കുട്ടിയെ പഠിക്കാൻ അയക്കുകയാണ് അല്ലേ? വി സ്റ്റാർട്ട് ഫ്രം ദാറ്റ്. അങ്ങനെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ജോയിൻ ചെയ്തത്? മോനിപ്പം ജോയിൻ ചെയ്തേക്കുന്നത് KNU കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള എനപ്പോയ ഇന്റർനാഷണൽ ക്യാമ്പസിലാണ് മോനുള്ളത്. കിർഗിസ്ഥാനില് അവിടെയാണ് മകനുള്ളത്. അപ്പം ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആകും അവൻ എന്നുള്ളത് എനിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതല്ല. അത് ശരിക്കും ഒരു ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പിന്നെ ഇന്റർനാഷണൽ ക്യാമ്പസ് പറ്റില്ല. അവൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പം അത് കാരണം എന്ത് വന്നാലും ഇന്ത്യയിൽ തന്നെ പഠിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി അവൻ ട്രൈ ചെയ്യുകയും ചെയ്തു. മകന്റെ പേരെന്താണ്? ദേവി പ്രണവ് എന്നാണ്. ദേവി പ്രണവ്. അപ്പോ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 25 നീറ്റ് എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അവൻ കുറച്ച് ഉഴപ്പിയും ചെയ്തെന്ന് തോന്നുന്നു. അപ്പം ആ പ്രതീക്ഷ ഇതായില്ല. അപ്പൊ എക്സാം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അവന് വേറെ പല എഞ്ചിനീയറിംഗ് ഒക്കെ അപ്ലൈ ചെയ്തിരുന്നു. പല ഇതിലും അപ്ലൈ ചെയ്തതിൽ ബയോ മാത്സ് ആയിരുന്നിരിക്കണം. അതെ, ബയോ മാത്സ്. പിന്നെ അതല്ല VIT കിട്ടുകയും ചെയ്തു. വെല്ലൂര് അത് കിട്ടുകയും ചെയ്തു. അപ്പം ഇന്റഗ്രേറ്റഡ് ഡിഗ്രി ആണ് അവിടെ. അതാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള ഇത് കഴിഞ്ഞപ്പോഴേക്കും BTech MTech കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പിന്നെ അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ മതിയല്ലോ എന്നുള്ള കംഫർട്ടബിൾ സോണിലായിരുന്നു. ആ ഒരു തീരുമാനമായിരുന്നു. എന്റെ മൂത്തയാള് മലേഷ്യയിലാണ് പഠിക്കുന്നത്. മെഡിസിൻ തന്നെയാണ്. ഇപ്പൊ 4th ഇയർ ആണ്. അവന്റെ കോഴ്സ് വളരെ ഗംഭീരമായി പോകുന്നുണ്ട്. അവൻ പിന്നെ ഒരു ഗ്ലോബൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു വിഷനൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം പക്ഷെ ഇളയാൾക്ക് പ്രണവനാണെങ്കിൽ നാട്ടിൽ നിന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹം. നമ്മള് MBBS എന്നുള്ളൊരു ചിന്ത മാറ്റി വെച്ചിട്ട് BTechലേക്ക് തിരിയാനായിട്ടൊക്കെയുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുമായിരുന്നു. അതെ, സെലക്ഷനായി ശരിക്കും ഫീസ് അടയ്ക്കാനൊക്കെ പോവാനിരിക്കുകയായിരുന്നു. അപ്പാണ് ഇവനൊരു ആഗ്രഹം മെഡിസിൻ ഒന്നും കിടക്കുന്നത് കാരണം ഞാനായിട്ട് ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കണ്ടെന്നുള്ള വെച്ചിട്ടാണ് സാറിനെ കണ്ടത്. സാറിനെ കാണാൻ പോകുമ്പോൾ ഞാൻ അവനെ കൂട്ടിയിരുന്നില്ല ഫസ്റ്റ് ടൈം. അപ്പോ എന്നിട്ട് ഇന്ത്യൻ അഡ്മിഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞ് സാറ് നോക്കാന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് പറഞ്ഞ അവൻ അത്രയ്ക്ക് മെഡിസിൻ താല്പര്യമാണെങ്കിൽ എഞ്ചിനീയറിംഗ് നോക്കണ്ടെന്ന് പറഞ്ഞ് കിട്ടും, എവിടെയായാലും കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നോർത്തിലൊക്കെയാണ് അവന് പിന്നെ ചാൻസ് വന്നത്. അപ്പൊ നോർത്തിലേക്ക് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവിടെ ആക്കാം. പക്ഷെ അപ്പോഴും ഈ എന്നാ പിന്നെ MBBS നോർത്തിൽ ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ എത്തി. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നത്തെക്കാൾ ഒരു പ്രശ്നം അവന്റെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്. കാരണം അലർജിയാണ് ഹെൽത്ത് ഭയങ്കര ശ്വാസം മുട്ട്, അങ്ങനെ ഫുഡ് അലർജിയാണ്, ക്ലൈമറ്റ് അലർജിയാണ്. അപ്പൊ അവനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റിയൊരിതല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനമൊക്കെ എത്തി എന്നിടയില്. വീണ്ടും അങ്ങനെയൊക്കെ എത്തി. പക്ഷെ എനിക്ക് അതിൽ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനിവിടെ കുറച്ചൊരു പൊതുപ്രവർത്തനത്തിലൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇതെല്ലാം വിട്ടിട്ട് എനിക്ക് പോവാന്നുള്ളതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എങ്ങനെ വേണം എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. അപ്പൊ ഒന്നും ഫൈനലൈസ് ചെയ്യാൻ പറ്റിയില്ല. നോർത്തിൽ അഡ്മിഷൻ എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും എനപ്പോയ ഇന്റർനാഷണൽ ആണ് നല്ലത്. പിന്നെ അവിടെ അക്കാഡമിക്സ് ഒന്നും ഒരിക്കലും സഫർ ചെയ്യൂല. അവന് കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. എനിക്ക്
എനിക്ക് ഏറ്റവും വലിയൊരു സംശയം ഉണ്ടായത് ഇവൻ അവിടെ സർവൈവ് ക്ലൈമറ്റ് സർവൈവൽ അഡാപ്റ്റേഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ക്ലൈമറ്റ് അലർജി ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ തണുപ്പും തണുപ്പും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ എന്തായാലും അതങ്ങ് ഫൈനലൈസ് ചെയ്യാൻ പറഞ്ഞു എന്നോട്. ഫൈനലി അങ്ങനെ അതങ്ങ് തീരുമാനിച്ചു. ഇനി മാറ്റമൊന്നുമില്ല, അതിന് മാറ്റമില്ല. പക്ഷെ ഞാൻ അതിലങ്ങ് അഡ്മിഷൻ ആക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് തന്നെ പോയി, അന്നൊരു സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറോട് പോയി പറഞ്ഞ് പാരന്റ് വിസ കിട്ടുമെന്ന് ചോദിച്ചു. എനിക്ക് അവനോടൊപ്പം അവൻ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ പാരന്റ് വിസ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ പാരന്റ് വിസ കിട്ടുമെന്ന് ചോദിച്ചപ്പോ സാറ് ചോദിച്ച് പിന്നെ മെന്റർ ആവാമോ എന്ന് ചോദിച്ചു. റെഡി. ഓൾറെഡി എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസോട് കൂടി റിട്ടയർ ചെയ്ത ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല ഞാന് പിന്നെ സ്റ്റുഡന്റ് കൗൺസിലറായിട്ടും അതുപോലെ തന്നെ ഡിസിപ്ലിൻ കോർഡിനേറ്റർ ആയിട്ടൊക്കെ വർഷങ്ങളിലോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾ കുട്ടികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരു മെന്ററിംഗ് പരിപാടി പ്രയാസമാകും എന്നുള്ള ഒരിക്കലും എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ ആ ഫസ്റ്റ് ഇതിൽ തന്നെ സാറ് വളരെ ഹാപ്പിയായി. അങ്ങനെയാണ് ഞാൻ കിർഗിസ്ഥാനിൽ പോകുന്നുവെന്നും മെന്ററാണെന്നും മോൻ അവിടെ MBBS ചേരുന്നെന്നും ഒക്കെ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്റർനാഷണൽ ക്യാമ്പസിലേക്ക് ആദ്യമായിട്ട്. ആൻഡ് ഫൈനലി ഇപ്പോഴ് നമ്മള് എനപ്പോയ, അതായത് കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള എനപ്പോയ യൂണിവേഴ്സിറ്റിയില് മെന്ററായിട്ട് ഇപ്പോ അമ്മയും മകനും, അതായത് വിദ്യാർത്ഥിയും പാരന്റും ഒരുമിച്ച് എന്താ അവിടെയാണ് ഇപ്പൊ സെറ്റിൽഡ് എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. യെസ്. ആൻഡ് ഇവിടെ നിന്ന് മുതലുള്ള ഒരു ജേർണി എന്ന് പറഞ്ഞത് അല്ലെ, നമ്മുടെ നാട്ടിൽ ഇത്രയും നാള് ജീവിച്ചു, മകന്റെ പഠിത്തം ഇത്രയും കാലം നാട്ടിലാണ് നമ്മൾ നടത്തിയത്. അപ്പോ നാട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാ പാരൻസിനും ഒരു സംശയമില്ലാണ്ട് പറയാം, ഒരുപാട് കൺസേൺസ് ഉണ്ടായിരിക്കും. മക്കൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ മെന്ററിങ് ലഭിക്കും, ട്യൂഷനൊക്കെ ലഭിക്കും. പക്ഷെ എന്നാലും പറഞ്ഞ പോലെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം, ലാംഗ്വേജ്, പിന്നെ വീട് മിസ് ചെയ്യും, ഹോം സിക്നെസ്, ഇതൊക്കെ എൻ്റെ കുഞ്ഞ് ഫേസ് ചെയ്യുക. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ പരസ്പരം മിസ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കൺസേണുമായിട്ട് നാട്ടിൽ ഒരു കൂട്ടം പാരൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് മാഡം മകനോടൊപ്പം തന്നെ മാഡത്തിന് ഇപ്പോൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് യു മസ്റ്റ് ഹാവ് ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. അല്ലാതെ പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമ്മുടെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് ആ കാര്യങ്ങളിലേക്കാണ് ഈ അടുത്തതായിട്ട് കടക്കേണ്ടത്. ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ച എന്റെ പേര് ഡയാന സൂചിപ്പിച്ച കാര്യങ്ങളുടെ ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം എക്സാമ്പിൾ ആണ് ഞാന്. കാരണം മക്കളെ വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൺസേൺസ് അത് അതിനെക്കുറിച്ച് പറയുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവന് കുഞ്ഞായിരിക്കുമ്പോഴേ എൻ്റെ ഒരു പെറ്റായിട്ട് ഇങ്ങനെ നടന്നൊരു കുട്ടിയാണ്. പെൺകുട്ടി അല്ലെന്നേ ഉള്ളൂ. അപ്പൊ എവിടെ പോവാനും അമ്മക്കുട്ടിയാണ്. ഒരു അമ്മക്കുട്ടി എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ വിശേഷിപ്പിക്കുന്ന പോലെ അവന് ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാൻ മാറി നിൽക്കണം, അങ്ങനത്തെ ഒരു ലെവലിലുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അവനെ വിടാൻ എനിക്ക് ഒട്ടും ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴും അവനും കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചു, പോകാന്നുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. അവന്റെ കൂട്ടുകാരൊക്കെ അപ്പം പുറത്തു പോകാൻ വേണ്ടി വിളിച്ചു തുടങ്ങി. അപ്പൊ അവൻ തീരുമാനിച്ചു ഞാൻ കിർഗിസ്ഥാനിൽ തന്നെ എനപ്പോയിലാണ് എന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു. പക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടാകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പിന്നെ ഹെൽത്ത് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലൈമറ്റ് അലർജിയാണ്, ഫുഡ് അലർജിയാണ്. പിന്നെ ഞാൻ അന്ന് അലർജി ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ഒരു വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുത്തു അലർജിക്ക് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ പറയുന്ന ഇതല്ല, ഒരു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്ത് ഇവിടെ പഠിക്കാനൊന്നും പോകാതെ നിന്ന്, കാരണം ഹെവി മെഡിസിനാണ് എടുത്തത്. ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു, വീക്കിലി ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വർഷം സഫർ ചെയ്തിട്ടാണ് അവൻ അതിൽ നിന്ന് കുറച്ചൊന്ന് റിക്കവർ ചെയ്തത്. അപ്പൊ ഉടനെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു ഇതിൽ ഇടുമ്പോ ക്ലൈമറ്റ് എക്സ്ട്രീം ക്ലൈമറ്റ് ആണല്ലോ, അപ്പം ഉണ്ടാകുന്ന അത് വലിയൊരു വിഷമമായിരുന്നു എനിക്ക്. അതെങ്ങനെ അവന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു അത്. ശരിക്കും വിഷമം എന്നതിനേക്കാൾ മകൻ ഇപ്പൊ പോയിട്ട് എത്ര നാളാണ്? നിങ്ങൾ ഒരുമിച്ചല്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ പോയത് നവംബർ 28-നാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. ഞാനും മകനും 4 പെൺകുട്ടികളുമായിട്ട് അവിടെ തന്നെ ജോയിൻ ചെയ്ത് 4 പെൺകുട്ടികളുമായിട്ടാണ് ഫസ്റ്റ് ഇപ്പൊ എങ്ങനെയുണ്ട് അവിടെ പോയിട്ട്? ക്ലൈമറ്റ് എങ്ങനെയാണത്? ഇപ്പം അഡാപ്റ്റ് ചെയ്തു. എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു സമാധാനം. എനിക്കപ്പം ഞാൻ മനസ്സിലാക്കുന്ന ക്ലൈമറ്റ് അലർജിയിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഇഷ്യൂ
കോൾഡ് അല്ല, ഡസ്റ്റ് ആയിരുന്നു. ഡസ്റ്റ് ആയിരുന്നു. നമ്മളെ ഇവിടെ ശരിക്കും ഡസ്റ്റ് ഉണ്ടല്ലോ, പുറത്തിറങ്ങാൻ പറ്റൂല. അവിടെ അത്ര ഡസ്റ്റ്, അത്രയധികം പൊല്യൂഷൻ ഇല്ലെന്നാണ്. പൊല്യൂഷൻ ഇല്ല, അത്ര പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വിഷയം അവൻ ഉണ്ടായില്ല. പിന്നെ ഉണ്ടായിരുന്ന എക്സ്ട്രീം ചില്ലിങ് ക്ലൈമറ്റ് ആണ്. ഭയങ്കര സ്നോഫോളിംഗ് ഒക്കെ ഉണ്ടായ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇവിടുന്ന് പോയപ്പോഴേ അങ്ങനത്തെ ഒരു ഇവിടുത്തെ ഓറിയന്റേഷനിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെറ്റിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റും ബാക്കിയൊക്കെ. അപ്പൊ അതിനുള്ള ഡ്രസ്സൊക്കെ ഇവിടുന്ന് തെർമൽസും ഒക്കെ കരുതുപോയി. പിന്നെ അവിടെ ചെന്നപ്പോ നമുക്ക് കിട്ടിയ ആദ്യത്തെ നിർദ്ദേശം അവിടുത്തെ ഡ്രസ്സ് നമ്മൾ വാങ്ങിയാൽ നമുക്ക് അവിടെ അഡാപ്റ്റേഷൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വാങ്ങി, അവിടുത്തെ സ്വെറ്ററൊക്കെ വാങ്ങി. അപ്പൊ അവിടുത്തെ സ്വെറ്ററൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും തണുപ്പ് പ്രശ്നമല്ല എന്നുള്ളൊരു ഇഷ്യൂ എനിക്കത് ബോധ്യമായി. അപ്പം ആദ്യത്തെ 2 മാസം അവനൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് 1-2 ദിവസം പനിയൊക്കെ വന്നത് സാധാരണ ഇവിടുന്ന് എല്ലാ മെഡിസിനുമായിട്ടാണ് ഞാൻ പോയത്. ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കിപ്പം ഞാൻ എൻ്റെ മോനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ പറ്റില്ല. കാരണം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെ ഞാനത് അവിടുത്തെ ഒരു സെക്കൻഡ് മദറായി, അത്രയും മക്കളുടെ ഒരു സെക്കൻഡ് മദറായി. പിന്നെ അത് മാത്രമല്ല ഹോസ്റ്റൽ എനിക്കൊരു സെക്കൻഡ് ഹോമായി. അപ്പൊ എനിക്ക് എല്ലാ കുട്ടികളും എന്റെ മക്കളും മകനെ പോലെ തന്നെയാണ്. ഞാൻ അവനെ ഇടയ്ക്ക് ഒന്ന് കാണും എന്നുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് എന്റെ മകൻ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒന്നും ചെയ്യലില്ല. ഞാൻ എല്ലാ കുട്ടികളുടെ അടുത്തും പോകും, അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും, അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കും, പാരൻസ് വിളിക്കും, പാരൻസിനോട് വളരെ ഇതായിട്ട് സംസാരിക്കും. പിന്നെ പെൺകുട്ടികൾ വളരെ വ്യക്തിപരമായി വന്ന് എന്നോട് സംസാരിക്കലുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ പിന്നെ ഒരു എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മാത്രമേ ഞാൻ പിന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്റെ മോനെന്ന് പ്രത്യേകിച്ച് ഒരു കൺസേൺ അവന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ മാഡത്തിനോടൊപ്പം നിൽക്കുന്ന മാഡം ചേർത്ത് പിടിക്കുന്ന കുട്ടികൾക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. ഞാൻ പലപ്പോഴും മനസ്സിലാക്കി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോ മാഡം പാരന്റിന് കൂടെ ചെല്ലാൻ കഴിയുമോ എന്നാണ് ആദ്യം എൻക്വയറി ചെയ്തത്. അപ്പൊ പറഞ്ഞു മാം ഇത്രയധികം ക്വാളിഫൈഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ട് മെന്റർ ആയിട്ട് ചെല്ലാൻ സാധിക്കും. അങ്ങനെ ഇപ്പൊ വളരെ സക്സസ്ഫുള്ളി അവിടെ കിർഗിസ്ഥാനിലാണ്. അപ്പോ അല്ലാത്ത പക്ഷം ഇപ്പോ ഇതുപോലെ പാരന്റ്സിന് അവിടെ ചെന്ന് കുട്ടികളോടൊപ്പം താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ അങ്ങനെയുണ്ടോ? ഇസ് ഇറ്റ് ഈസി? അത് എനിക്ക് തോന്നുന്നു മറ്റ് നമ്മള് പുറം എബ്രോഡ് സ്റ്റഡീസിൽ എല്ലായിടത്തും പാരന്റ് വിസ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ പിന്നെ മറ്റുള്ള കൺട്രിയിൽ നിന്ന് ഞാൻ ഇവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കി. കിർഗിസ്ഥാനില് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം കിട്ടില്ല. കുറച്ച് റേറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പം എക്സ്പെൻസീവ് എന്ന് നമ്മൾ സാധാരണ എക്സ്പെൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതായത് 60,000-70,000 രൂപ ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റിന് എന്തായാലും നമ്മൾ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലായത്. ഒരു ചെറിയ ഒരു ഇതില് കുറച്ച് വൃത്തിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കില്ല. അങ്ങനെ അത് ഞാൻ ഫസ്റ്റ് ടൈം എന്തായാലും ഞാൻ അവന്റെ കൂടെ പോകുമായിരുന്നു, മെമ്പർ ആയില്ലെങ്കിലും. പക്ഷെ എനിക്ക് എത്രത്തോളം അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, എത്ര കാലം നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമാണ്. കാരണം ഇങ്ങനത്താണ് വസ്തുത. പിന്നെ ഫുഡിനും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതും അത്യാവശ്യം കോസ്റ്റ് ആവും. അവിടെ കുട്ടികളെ സംബന്ധിച്ച് അക്കാഡമിക് ഭയങ്കര സ്ട്രോങ് ആണ്. അക്കാഡമിക്കിൽ ഒരു വീഴ്ചയില്ല. നമുക്ക് എനിക്ക് ഇപ്പൊ എന്റെ മോന് വേറൊരു പിന്നെ അബ്രോഡ് കൺട്രിയിൽ ആണ് MBBS ചെയ്യുന്ന മൂത്തയാള്. അപ്പം എനിക്ക് അതൊക്കെ കമ്പയർ ചെയ്യുമ്പം അവിടെയൊക്കെ അക്കാഡമിക് ഭയങ്കര ലൂസാണ്. പക്ഷെ ക്യാമ്പസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. അതനുസരിച്ച് ഫേമസ് എന്ന് പറഞ്ഞാൽ അത്രയും പൈസ കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അക്കാഡമിക് ഇവിടെയാണ് കുറച്ചുകൂടെ അക്കാഡമിക് സെക്ഷൻസ് ഭയങ്കര സ്ട്രോങ്. ഒരു വിട്ടുവീഴ്ച അത് കുട്ടികൾ ഏത് കുട്ടിയോട് വിളിച്ച് ചോദിച്ചാലും കുട്ടികൾ അത് ഏത് പാതിരായ്ക്കും പറയും. അക്കാഡമിക് ഭയങ്കര ഇതാണ്. മാം എന്തായാലും കിർഗിസ്ഥാനിലേക്ക് അയക്കുന്നതിന് മുൻപ് ഒരു അന്വേഷണം, റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നോർത്ത് ഇന്ത്യയിൽ അവനെ വിടാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചാണ്. അപ്പം ഇവിടെ നിന്ന് തന്നെ പറഞ്ഞിരുന്നു ഇപ്പൊ നേരത്തെ പോയ കുട്ടികൾ ക്ലിനിക്കൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എക്സ്പോഷർ ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പം മെഡിസിനെ സംബന്ധിച്ച് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവര് MBBS എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അതെ അതെ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്തായാലും ചേർക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. ക്ലിനിക്കൽ എക്സ്പോഷർ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇവിടത്തെ ഒരു പ്രത്യേകിച്ച് മറ്റ് കൺട്രികളെ പോലെ അല്ല. ഇപ്പം കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. അപ്പം KNUവിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് പിന്നെ അവിടുത്തെ കിർഗിസ്ഥാൻ നാഷണൽ
ഗവൺമെന്റിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ കോളേജസും ഇവര് ആ ഫെസിലിറ്റി ഇവർക്കും അവൈലബിൾ ആക്കുന്നുണ്ട്. മാൻഡേറ്ററി. അപ്പൊ അത്രയും ഫെസിലിറ്റി മറ്റൊരു കൺട്രിയിലും കിട്ടില്ല. അപ്പം ഒരുപാട് ഹോസ്പിറ്റൽസ് അവിടെ കിട്ടും. അപ്പൊ അത് കിട്ടും എന്നുള്ളത് എങ്ങനെ ഇവർക്ക് അവൈലബിൾ ആക്കുമെന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് അതിന്റെ ഒരു പ്രത്യേകത. ഡിപ്പാർട്ട്മെന്റ് വൈസാണ് അവർ അവൈലബിൾ ആക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഇപ്പം മെഡിസിന്റെ ഡിപ്പാർട്ട്മെന്റ് അറിയാം, മെഡിസിൻ വേറെ, ഗൈനക്ക് വേറെ, അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഏത് എക്സ്പോഷർ ആണ് ഓരോ കോളേജിലും ഓരോ ഹോസ്പിറ്റലിലും ഉണ്ടെന്ന് അങ്ങനെയാണ് ഇവരുടെ ഡ്യൂട്ടി ഇവർക്ക് ഇത് ചെയ്യുന്നത്. ക്ലിനിക്കൽ എക്സ്പോഷർ എപ്പോഴും എന്തായാലും അവിടെ ഒരു ഇതും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതാണ്. പിന്നെ അവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പിന്നെ ഫുഡ് റിലേറ്റ് ചെയ്തതാണ്. ഫുഡ് റിലേറ്റ് ചെയ്ത് അവിടെ ഇന്ത്യൻ ഫുഡാണ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ മലയാളി ഫുഡാണ്. കാരണം കുക്ക് മെയിൻ ഷെഫ് മലയാളിയാണ്. അതാ ഓക്കെ. മാം ഇപ്പോ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഹോസ്റ്റലിലെ കാര്യമാണോ പറയുന്നത്, അതോ പൊതുവെ അവിടെ എല്ലാ? അല്ലല്ല, ഹോസ്റ്റലിലെ കാര്യം. അവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടില്ല. ഇന്ത്യൻ ഫുഡ് എന്നുള്ള ഒരു അവസ്ഥയെ അവിടെ റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇന്ത്യൻ ഫുഡ് ഇല്ല. നമ്മൾ റെയർ ആയിട്ടുള്ള ഹോട്ടലൊക്കെ തേടി പോവേണ്ടി വരും. എന്നാലും നമ്മളെ മീൽസ് കിട്ടില്ല. മീൽസ് അവിടെ ഇല്ല. മീൽസ് കാരണം അരിക്കൊക്കെ ഭയങ്കര വിലയാണ്. 200-400 ഒക്കെ ആണ് 1 കിലോ അരിക്ക്. അപ്പം നമുക്ക് മനസ്സിലാകാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഫുഡ് എന്നുള്ള രീതിയിൽ പുറത്തില്ല. ഹോസ്റ്റലിൽ ഇന്ത്യൻ ഫുഡാണ്. റൈസ് ഉണ്ടാകുമോ? റൈസ് എല്ലാ ദിവസവും ഉണ്ടാവും. റൈസ് എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ ഒരു നോൺ എപ്പോഴും ഉണ്ടാവും. ചിക്കൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ചിക്കനും എഗ്ഗുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ചില ദിവസം ചിക്കൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് ചിലപ്പോ എഗ്ഗോ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വെജിറ്റേറിയൻ കുട്ടികൾക്ക് എന്താണ് അവിടെ മെനു? വെജിറ്റേറിയൻ മെനുവിൽ വരുന്നത് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വളരെ ക്ലീൻ ആണ്. ക്ലീൻ ആയിട്ടുള്ള വളരെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് അവിടെ കുക്കിങ്ങും ബാക്കിയെല്ലാം. അതുകൊണ്ട് ഇവരൊക്കെ കാണാം കുക്കിംഗ് ഒന്നും രഹസ്യമായിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ ഓപ്പൺ കിച്ചൺ അല്ല, പക്ഷെ എന്നാലും ഇതിനോട് ചേർന്ന് മെസ്സോറിനോട് ചേർന്ന് തന്നെയാണ്. ഫ്രഷ് ആൻഡ് പ്യുവർ ഫുഡ് ആണ്. പക്ഷെ നമ്മള് വീട്ടിലേതുള്ളതുമായിട്ട് താരതമ്യം ചെയ്യൂ. അത് വീട്ടിലെ അനുഭവങ്ങളും കംപ്ലീറ്റ് ഉപേക്ഷിച്ചിട്ട് പിന്നെ കുട്ടികളെ ചിലരൊക്കെ പുറത്തുപോയി കഴിക്കുന്നവരുണ്ട്. മിക്കവാറും പുറത്തുപോയി കഴിക്കും. അപ്പം എന്റെ മോൻ ഞാൻ ആദ്യമൊന്നും പെർമിറ്റ് ചെയ്തിരുന്നില്ല. ഞാൻ തന്നെ എന്തെങ്കിലും പാല് കിട്ടും അവിടെ. പാല് വളരെ കോസ്റ്റ്ലി അല്ല, അത് വളരെ ആശ്വാസമാണ്. അതുപോലെ എഗ്ഗ് ധാരാളം കിട്ടും. പിന്നെ ഞാൻ ഇവിടുന്ന് ഹെൽത്ത് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് വെച്ച് മാനേജ് ചെയ്യുമായിരുന്നു. കാരണം വെച്ചാൽ ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിച്ചാല്, ഇഷ്ടമില്ലാത്ത മീൻസ് ശരിയാവാത്ത ഫുഡ് കഴിച്ചാല് ഛർദി വരും. ഛർദി വന്നു കഴിഞ്ഞാല് പിന്നെ കഫക്കെട്ട് വരും. പിന്നെ അത് കുറേ നാളിങ്ങനെ കണ്ടിന്യൂ, അസുഖം വന്നാൽ മാറൂല. ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവാണ്. അപ്പം അങ്ങനെ കൊണ്ട് ഞാൻ പുറത്തൊന്നും അനുവദിച്ചിരുന്നില്ല. ഇപ്പൊ ഞാന് February 1 ഞാൻ ഇവിടെ തിരിച്ചെത്തി. കേരളത്തിലേക്ക് വന്നു. മകൻ വന്നിട്ടുണ്ടോ? മകൻ വന്നിട്ടില്ല. മകൻ അവിടെയാണ്. അപ്പൊ എന്റെ വിസ തീർന്നിട്ടാണ് ഞാൻ വന്നത്. വേറെ ഇഷ്യൂസ് ഒന്നും കൊണ്ടല്ല. അപ്പൊ എനിക്ക് അവിടെ വിട്ട് വരാനൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം പുറത്തുനിന്ന് ഞാൻ ഭക്ഷണം കഴിക്കേണ്ടി വന്നാലുള്ള ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തിരികെ പോകുന്നില്ലേ? ഉണ്ട്. പിന്നെ അങ്ങനെ പ്രശ്നമുള്ള ഒരു കൺട്രി ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എന്റെ നാട്, എന്റെ വീട് എന്നുള്ള ആ ഒരു തോന്നൽ ഉപേക്ഷിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള അംബിഷനുള്ള ഒരാൾക്കും ഒരു പ്രശ്നമില്ല കിർഗിസ്ഥാനിൽ സർവൈവ് ചെയ്യാൻ. അതേസമയം നമ്മൾ അവിടെ പോയി എനിക്ക് വീട്ടിൽ അത് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ചോറ് കിട്ടുന്നില്ല, എനിക്ക് ഒരു കറിയേ കിട്ടിയുള്ളൂ, കിട്ടിയ കറി കുറവാണ്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഒരു രക്ഷയില്ല. നമ്മൾ ടോട്ടൽ ഫെയിലിയറായി തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് പോകുന്നതിന് മുമ്പുള്ള തീരുമാനങ്ങളാണ് ഇവിടെ സക്സസ് ആവുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് സൂചിപ്പിക്കാനുള്ള ഒരു ഇത്. ഈ സാഹചര്യങ്ങളിൽ അവിടെ സർവൈവ് ചെയ്യാൻ നമ്മൾ മാനസികമായിട്ട് നമ്മളെ ഫിറ്റ് ആക്കിക്കൊണ്ട് വേണം. അതെ, തീർച്ചയായും മാനസികമായൊരു തയ്യാറെടുപ്പല്ലാതെ പോവാൻ തയ്യാറാവുകയും ചെയ്ത്, പ്രത്യേകിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം, ഇഷ്ടങ്ങളെ ത്യജിക്കണം. അതുപോലെ തന്നെ പിന്നെ എന്താണ്, എനിക്ക് നാളെ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളൊരു ചവിട്ടുപടിയാണ്. അപ്പൊ ഞാൻ എന്റെ മക്കളുടെ 2 പേരുടെയും എപ്പോഴും പറയും, ഇപ്പോഴല്ല നേരത്തെ തന്നെ പറയുമായിരുന്നു, 30 വയസ്സ് വരെ ഹാർഡ് വർക്ക്, പ്രത്യേകിച്ചും 20-നും 30-നും ഇടയിൽ വരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് 30 കഴിഞ്ഞാൽ സുഖിച്ച് ജീവിക്കാം. കാരണം ഇവർ 2 പേരും കുറച്ച് മൊബൈൽ അഡിക്റ്റഡ് ആണ്. അപ്പോഴും ഞാൻ പറയുന്ന, എപ്പോഴും വീട്ടിൽ എപ്പോഴും കേൾക്കുന്ന ഒരു സംസാരം ഇതായിരുന്നു.
അപ്പോൾ മൂത്തവൻ ഭയങ്കര സ്മാർട്ടൊക്കെ ആയിരുന്നു. പക്ഷേ മൊബൈൽ അഡിക്ഷൻ കൊണ്ടാണ് അവൻ എബ്രോഡ് പോവേണ്ടി വന്നത്. പിന്നെ അവൻ എബ്രോഡ് താല്പര്യമുണ്ട്, പണ്ട് മുതലേ താല്പര്യമുണ്ട്. ഞാൻ വിടൂല, പിടിച്ചു വെക്കും എന്നൊക്കെ ഉള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ പോയിട്ട് സർവൈവ് ചെയ്തു. അവൻ സക്സസ് ആയി, അവന് പ്രശ്നമൊന്നുമില്ല. അവന് തനിയെ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ 1 മാസം മാത്രമാണ് ഞാൻ അവൻ്റെ അടുത്ത് പോയി നിന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അവനെ സംബന്ധിച്ച് ഒന്നും വറീസ് ഒന്നും വേണ്ട എന്നുള്ള മനസ്സിലായി. ഞാൻ ഇപ്പൊ പിന്നെ ഒരു കാര്യം, പൈസ വേണമെന്ന് പറയുമ്പോൾ അയച്ചു കൊടുക്കുക എന്നുള്ള അല്ലാതെ പിന്നെ വേറെ അവിടെ ചെന്നിട്ട് വേറെ കൂട്ടുകെട്ടില്ല അങ്ങനത്തെ ഒന്നും പെട്ടിട്ടില്ല. നല്ല ഒരു ഇതിൽ തന്നെയാണ് അവൻ പോകുന്നത്. അപ്പൊ അവനോടും ഞാൻ പറയും, അതുപോലെ ഇവനോടും ഞാൻ പറയും, ഈ സമയം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സമയമാണ്. അതിന് തയ്യാറല്ലെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോൾ ഓരോരുത്തരെ പോലെ അവിടെ ഇവിടെയൊക്കെ കളിച്ച് നടക്കേണ്ടി വരും. ജീവിതം അതിന്റെ വഴിക്ക് വേറെ ലെവലായിട്ട് പോകും. പക്ഷെ അതുവരെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്കും വിഷമിക്കേണ്ടി വരും. നമുക്ക് ആരോഗ്യവും സമയവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു പ്രായ, തീർച്ചയായും ഫ്ലവറിംഗ് ഇയേഴ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ആ ഫ്ലവേഴ്സിന്റെ ആ ഫ്രാഗ്രൻസ് നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വത്തിൽ ഉണർന്നിരുന്ന കുട്ടിക്ക് ഏത് കൺട്രിയിലും പോവാം, ഒരിക്കലും ഒരു പ്രശ്നമില്ല. കാരണം അത് ഞാൻ ഏത് കൺട്രി എന്ന് പറഞ്ഞത് കിർഗിസ്ഥാനെ കുറിച്ച് നമ്മൾ ഇപ്പൊ നെറ്റിലൊക്കെ നോക്കിയാലും നമുക്ക് കിട്ടുന്നത് അത്ര നമുക്ക് സ്വീകാര്യമായ ഒരു ഇതായിരിക്കില്ല, ഫാമിലിയർ ആയുള്ള ഒരു കൺട്രി അല്ല. അതേസമയം ഞാൻ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് നമ്മളെ ഇഷ്ടങ്ങൾ കാരണം വീടെന്ന് പറയുന്ന ഒരു സേഫ് സോൺ ആണ്, ഒരു കംഫർട്ടബിൾ പ്ലേസ് ആണ്. ആദ്യം ഈ ഒരു സെൻസ് ഒക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോയി ജീവിക്കണം എന്നുള്ള അർത്ഥത്തിൽ, ജീവിതം നേടണം എന്നുള്ള, ഇവിടെ നമ്മുടെ അംബിഷൻ നടക്കാത്തോണ്ടല്ലേ നമ്മൾ വേറൊരു നടത്ത് പോകാൻ തയ്യാറാവുന്നത്. അപ്പൊ അങ്ങനെ പോവാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്നമല്ല. പ്രശ്നമല്ല. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്.